Hi friends, welcome to Navra's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയും ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ എന്നും പറയണ പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഒരു ബെല്ലൈക്കൺ, അതും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്ന് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയുടെ കുറച്ച് റെസിപ്പീസായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ ആ പാർട്ടിയുടെ അന്ന് തയ്യാറാക്കിയ പുഡിങ് തന്നെയാണ് അത്. പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിന് സെപ്പറേറ്റായി ഇട്ടതാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു വലിയൊരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്നതിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ 1 ലിറ്റർ പാലിലേക്കുള്ള അളവ് അനുസരിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലൊക്കെ പുഡിങ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടുന്നതോടൊപ്പം തന്നെ അതിലേക്ക് ചേർക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടി ഉപയോഗിക്കുക. അങ്ങനെ 1 ലിറ്റർ പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാ സാധനങ്ങളും ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 ലിറ്ററിലേക്ക് ഞാൻ 1/2 കപ്പ് റവയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലോണം ചെറിയ തരിയായിട്ടുള്ള ടൈപ്പ് റവ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്തുള്ള റവ കുറച്ച് വലിയ ടൈപ്പ് തരിയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക. അത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് മാത്രം ചേർത്ത് നമ്മളിതിന് വേറൊരു ലെയർ കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇതിൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു 1.25 ടീസ്പൂണ് കോൺഫ്ലവർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ജലാറ്റിനോ അഗർ അങ്ങനത്തെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഈ ഒരു റവ തന്നെ നമുക്ക് നല്ല സെറ്റായി വരുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളടുത്തൊരു സ്പൂണാണെങ്കിലോ അത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം മാത്രം നമ്മൾ അടുപ്പിലേക്ക് കയറ്റുന്നുള്ളൂ. ഇപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ പാല് തിളച്ചിട്ട് റവ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എല്ലായിടത്തും പിടിക്കാത്ത രൂപത്തിൽ അങ്ങനെയൊക്കെ ആയി പോകും. അതാണ് നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്തിട്ട് വേണം അടുപ്പത്ത് വെക്കണം എന്ന് പറയണത്. ഇനി നമുക്കിതിനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് റവയാണ് അടി പിടിക്കുക. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ റവയുടെ കൂടെ കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ടൈറ്റ് ആവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ സൂക്ഷിച്ച് ഇളക്കുക. ഇപ്പോൾ ഇതാ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്കിത് നല്ല ടൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ഇളക്കി കൊടുക്കണം അടി. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കൂട്ട് തയ്യാറാക്കിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ടൈറ്റും ആവരുത്, എന്നാലോ നല്ല ലൂസിലോ ആവരുത്. ആ ഒരു രൂപത്തിൽ നമ്മളതിനെ കുറുക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അതുപോലെ ഞാനിതിലേക്ക് റോസ് വാട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാനില എസൻസ് യൂസ് ചെയ്യുമ്പോൾ റോസ് വാട്ടർ യൂസ് ചെയ്യണമെന്നില്ല. ഒന്നെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ വാനില എസൻസ്. ഈ പുഡിങ്ങിന് കൂടുതലും എനിക്ക് തോന്നിയത് റോസ് വാട്ടറാണ് കൂടുതലായിട്ട് ടേസ്റ്റിയായി കിട്ടുന്നത്. കാരണം നമ്മളിതിൻ്റെ മറ്റൊരു ലെയർ അറിയുന്നത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ളതാണ്. അത് വാനില ഫ്ലേവർ അടങ്ങിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിലൊരു വാനിലയുടെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലെയറിലൊരു റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് അത് നമ്മൾ നല്ലോണം കുറുകിയ ശേഷം മാത്രമേ റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഒട്ടും ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇപ്പോഴൊന്നും. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് മതി. ഒരു നുള്ളുപ്പ് എന്നൊക്കെ പറയില്ല, അത്ര മതി. അതും ഈ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കൂട്ട് നല്ലൊരു പാകത്തെ പരുവത്തിലായിട്ടുണ്ട്. നിങ്ങൾക്കിതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ അറിയാം. ഈ ഒരു ടൈറ്റിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ടൈറ്റ് ആവും ചെയ്യരുത്, എന്നാൽ ഒരുപാട് ലൂസാവും ചെയ്യരുത്. അങ്ങനെ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ പുഡിങ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രേയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ പുരട്ടിയിട്ട് അതിലേക്ക് നമ്മൾ പുഡിങ്ങിൻ്റെ കൂട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ കുറേശ്ശെയായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നല്ലോണം ചൂടോടുക്കുക ഒരിക്കലും നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കരുത്. കുറച്ചൊന്ന് ചൂടാറിയ ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ മാറി പറഞ്ഞു പോയതാണ്. നമ്മൾ ആദ്യം തന്നെ ചൂടോടുക്കുക തന്നെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക. മറ്റേത് അതിലിരുന്ന് സെറ്റായി പോയാൽ അത് പിന്നെ ട്രേയിലേക്ക് മാറ്റുമ്പോൾ എന്താ പറയുക, നല്ലൊരു പെർഫെക്റ്റിൽ കിട്ടൂല. അപ്പോൾ ആ ചൂടോടെ തന്നെ ട്രേയിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രിഡ്ജിൽ ഇതൊരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം. എന്നിട്ടേ നമ്മൾ രണ്ടാമത്തെ ലെയറിൻ്റെ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ചൂടാറിയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു അരമണിക്കൂറിൻ്റെ ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീമിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ വിപ്പിംഗ് പൗഡറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന വരത്തെ 2 പാക്കറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ക്രീം ഉണ്ടാക്കുന്ന പാത്രവും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ അതും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് 2-2.5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് ഈ ഒരു ലെയറിലേക്ക്. പിന്നെ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു തിക്ക് ക്രീമാക്കി എടുക്കാം. ആദ്യം നമുക്കിതൊരു ചെറിയ സ്പീഡിലിട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് പിന്നെ ഇങ്ങനെ സ്പീഡ് കൂട്ടി കൊണ്ടുവരാം. എന്നിട്ട് ഇതൊരു നല്ല തിക്കായി വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പാലൊക്കെ ചേർത്തിട്ട് അധികം തിക്കാക്കി എടുക്കണ്ട, കാരണം നമ്മളിതൊന്നും കൂടെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ലൂസിലാക്കി തന്നെ ഉണ്ടാക്കിയെടുക്കുക ഈ വിപ്പിംഗ് ക്രീം. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോഴത്തേനും ഒന്നും കൂടി തിക്കായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലൊരു ടൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ അടിച്ചെടുക്കാം. ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഫ്ലേവർ ആ റവയിലേക്ക് റവയുടെ നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിങ്ങിൻ്റെ ആ ലെയറിലേക്ക് ചേർന്നിട്ട് രണ്ടും കൂടെ മിക്സായി കഴിക്കുമ്പോഴാണ് നല്ലൊരു പെർഫെക്റ്റുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഏതാ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു ലൂസ്, ഈ ഒരു ലൂസിലാണ് നമുക്ക് ഇത് അടിച്ചെടുക്കേണ്ടത് ഫസ്റ്റ്. എന്നിട്ട് ഇതിനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഫ്രിഡ്ജിൽ മാറ്റിയിട്ട് പിന്നെ ഒരു 15 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ റവ ഒന്ന് സെറ്റായി വന്നിട്ടും ഉണ്ടാവും. റവ സെറ്റായ ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത റവ ഇതാ നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മോൾ ഭാഗമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇതിരിക്കുന്നത്. അതിനൊന്നും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. ഈ ഒരു രൂപത്തിൽ നമ്മളൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒരു ലെയറായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു തവി വെച്ചുകൊണ്ട് നമുക്കിതുപോലെ പരത്തി ലെയർ ഉണ്ടാക്കിയെടുക്കാം. നല്ല കട്ടിയിലുള്ള ലെയർ വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ലെയർ തയ്യാറാക്കിയിട്ട് കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു കുറച്ച് കൊക്കോ പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലെയറും കൂടെ മേലെ തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ തന്നെ ഒന്നും കൂടി കൊടുത്തു. ചെറുതായിട്ടൊരു നിറ വ്യത്യാസമേ ഉള്ളൂ. ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു നിറത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അത്രേ ചേർക്കാൻ പറ്റുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിലും മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിതിനെ നട്ട്സ് വെച്ചിട്ടും എങ്ങനെയും വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ നട്ട്സൊന്നും ചേർത്തിട്ടില്ല. ഇത്രയും ചെയ്തിട്ട് നമ്മളിത് ചുരുങ്ങിയതൊരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. കാരണം ഇത് നമുക്ക് തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസത്തൊക്കെ എടുക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക. ഒരു 5-6 മണിക്കൂർ എങ്ങനെ ആയാലും ഇരിക്കണം ഫ്രിഡ്ജിൽ. ഇപ്പോൾ ഞാനിതൊരു 6 മണിക്കൂറിൻ്റെ ശേഷം എടുത്തതാണിത്. ഇപ്പം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പാർട്ടിയിലേക്ക് പറഞ്ഞു ഉണ്ടാക്കിയ പുഡിങ്ങാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കി വെച്ചു രാവിലെ തന്നെ. എന്നിട്ടാണ് ബാക്കി പരിപാടിക്കൊക്കെ നിന്നത്. അപ്പോൾ വൈകുന്നേരം രാത്രി അത് കട്ട് ചെയ്തപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സ് വെച്ചിട്ടൊക്കെ ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും ചെയ്യുന്നത്.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റുകളൊക്കെ എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ അയച്ചു തരിക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.